സൂപ്പർ താരം ടോണി ക്രൂസ് ഒരു കാര്യം വ്യക്തമാക്കുന്നു. അദ്ദേഹം വ്യക്തമാക്കുന്നത് ഇങ്ങനെയാണ്: യൂറോപ്പിലെ തന്നെ ഏറ്റവും ആകർഷകമായ ഫുട്ബോൾ ശൈലിയാണ് ബാഴ്സലോണയുടേത്. ഒരുപക്ഷേ ഏറ്റവും മികച്ചതും അവർ തന്നെയാകാം. എന്നാൽ അവരുടെ കളിയിൽ വലിയ തോതിൽ റിസ്ക് അടങ്ങിയിട്ടുണ്ട്. പെഡ്രി, ലാമിൻ യമാൽ അല്ലെങ്കിൽ റാഫിഞ്ഞ എന്നിവർ ഫോമിലല്ലെങ്കിൽ ബാഴ്സ പതറും. ഏത് ടീമിനും അവരെ തകർത്ത് പുറത്താക്കാൻ സാധിക്കും എന്നാണ് ടോണി ക്രൂസ് വ്യക്തമാക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോഴത്തെ ബാഴ്സലോണയെക്കുറിച്ച് ആരോടും ഒന്നും പറയേണ്ട ആവശ്യമില്ല. കാരണം ബാഴ്സലോണ എന്ന് കേൾക്കുമ്പോൾ തന്നെ പല ടീമുകൾക്കും ഇപ്പോൾ ഭയങ്കര പേടിയായിട്ടുള്ളതാണ്. നമുക്കെല്ലാവർക്കും അറിയാം, എന്തിനധികം പറയുന്നു, റയൽ മാഡ്രിഡിന് വരെ ബാഴ്സയോട് ഒപ്പം പൊരുതി നിൽക്കാൻ പറ്റുന്നില്ല. ഈ 2026 പോലും റയൽ മാഡ്രിഡിന് ബാഴ്സലോണയുമായിട്ട് നിലനിൽക്കാൻ, പൊരുത്തപ്പെടാൻ, ഒരു വിജയം കരസ്ഥമാക്കാൻ, ഒരു വിജയം പോട്ടെ, ഒരു സമനില പിടിച്ചെടുക്കാൻ പോലും കഴിയുന്നില്ലെങ്കിൽ അവരുടെ പിന്നിൽ അല്ലെങ്കിൽ ബാഴ്സലോണയ്ക്ക് ഇത്രയധികം പവർ ലഭിക്കാൻ അവർക്ക് പിന്നിൽ പ്രവർത്തിച്ചത് ആരുണ്ട് എന്നതിന് ഒറ്റ ഉദാഹരണമാണ് അവരുടെ കോച്ചായിട്ടുള്ള, ബാഴ്സലോണയുടെ കോച്ചായിട്ടുള്ള, ബാഴ്സയുടെ കോച്ചായിട്ടുള്ള ഫ്ലിക്ക് എന്ന് പറയുന്നത്. ഫ്ലിക്കിൻ്റെ ഒരു ചരിത്രം എടുത്തു നോക്കുകയാണെങ്കിൽ അദ്ദേഹം ടോട്ടൽ 7 ഫൈനലുകളാണ് കളിച്ചിട്ടുള്ളത്. 7 ഫൈനലുകളാണ് അദ്ദേഹം ആധിപത്യം എടുത്തിട്ടുള്ളത്. ആ 7 ഫൈനലുകളിലും അദ്ദേഹം ആധിപത്യമെടുത്ത ആ ടീമിൽ 7 ഫൈനലുകളിലും അദ്ദേഹം കിരീടം ചൂടിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ വലിയൊരു ഫൺ ഫാക്റ്റ് എന്ന് പറയുന്നത്. വളരെ ഒരു മാസ് ഫാക്റ്റ് എന്ന് പറയുക, അദ്ദേഹം കളിച്ചിട്ടുള്ള, അദ്ദേഹം പരിശീലിപ്പിച്ചിട്ടുള്ള ടീമിൻ്റെ 7 ഫൈനലുകളിലും അദ്ദേഹം തന്നെയായിരുന്നു ജേതാവ്, അദ്ദേഹം തന്നെയായിരുന്നു കിങ് എന്ന് പറയുന്നത്. നമ്മൾ ബാഴ്സലോണയിലേക്ക് എടുത്തു നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമുക്കറിയാം, ബാഴ്സയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കളിക്കുന്നതും ബാഴ്സയ്ക്ക് വേണ്ടി ഏറ്റവും ഡേഞ്ചർ മുന്നേറ്റങ്ങൾ എടുക്കുന്ന ഒരു താരം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു റിപ്പോർട്ടറിനോട് നമ്മൾ ചോദിക്കുകയാണ്, ബാഴ്സലോണയുടെ ഇപ്പോഴത്തെ ഈ അവസ്ഥ കണ്ടിട്ട്, ഇപ്പോഴത്തെ ഈ കിടിലം ഫോം കണ്ടിട്ട് നിങ്ങൾക്ക് ബാഴ്സലോണയിലെ ഏറ്റവും മികച്ച താരം ഏതാണെന്ന് ചോദിച്ചാൽ ആദ്യം നമുക്ക് ഓർമ്മ വരിക, ആദ്യം എല്ലാവരുടെയും ഇടനെഞ്ചിൽ ആദ്യം കയറുന്ന പേരാണ് റാഫിഞ്ഞ എന്നുള്ളത്. നമുക്കെല്ലാവർക്കും അറിയാം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, റയൽ മാഡ്രിഡും അതേപോലെ തന്നെ ബാഴ്സലോണയും നടന്നിട്ടുള്ളൊരു ഫൈനൽ ഉണ്ടായിരുന്നല്ലോ, എന്തോ സൂപ്പർ കപ്പ് ഫൈനൽ തന്നെ തോന്നുന്നു. ആ സൂപ്പർ കപ്പ് ഫൈനലിൽ റാഫിഞ്ഞയുടെ ഒരു ഹെഡ് സേവ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതായത് റയലിൻ്റെ ഒരു കിടിലം ഷോട്ട്, അവിടെ ഒരു ബാറിന് കൊള്ളുന്നൊരു ഷോട്ട്, അദ്ദേഹം ചാടിയിട്ട് അദ്ദേഹം ഹെഡ് കൊത്തി പുറത്തേക്കിടുന്നൊരവസ്ഥ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം, റാഫിഞ്ഞ ഒരു സ്ട്രൈക്കർ മാത്രമല്ല, അല്ലെങ്കിൽ ഒരു ഫിനിഷർ മാത്രമല്ല, അദ്ദേഹം മിഡ്ഫീൽഡ്, അദ്ദേഹം ഏത് റോളും കളിക്കാൻ തയ്യാറാവുന്ന, കളിക്കാൻ കെൽപ്പബിളുള്ള ഒരു പ്ലെയറും കൂടിയാണ്. അതുകൊണ്ട് തന്നെ നമുക്കെല്ലാവർക്കും അറിയാം, ബാഴ്സലോണയിൽ ഒരു മികച്ച പ്ലെയർ ഉണ്ടെങ്കിൽ, ഇപ്പോൾ നിലവിൽ ഒരു മികച്ച പ്ലെയർ ഉണ്ടെങ്കിൽ അതിൽ നമ്പർ 1 ആയിട്ട് തന്നെയാണ് റാഫിഞ്ഞ എന്ന് പറയുന്നത്. പണ്ട് അദ്ദേഹത്തെ കുറേ കളിയാക്കലുകളൊക്കെ ഉണ്ടാകും, പക്ഷേ ഇന്ന് അദ്ദേഹത്തിനൊപ്പം പൊരുതാൻ ഒരാൾക്കും കഴിയില്ല എന്ന് തന്നെയാണ് എനിക്കിതിൽ മനസ്സിലാകുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സ്റ്റാറ്റസ് നോക്കുകയാണെങ്കിൽ ബാഴ്സലോണയെ മറികടക്കാൻ ഒരു ടീമൊക്കും കഴിയില്ല. പിന്നെ ലാമിൻ യമാൽ, പെഡ്രി, അതേപോലെ തന്നെ റാഫിഞ്ഞ, ലെവൻഡോസ്കി ഒക്കെ ഉണ്ടാവുമ്പോൾ പിന്നെ അവന്മാർ വലിയ ടീമാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത്. ടോണി ക്രൂസ് ഒരു കാര്യം വ്യക്തമാക്കുക, അദ്ദേഹത്തിൻ്റെ വാക്കുകളായിരുന്നു ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതുപോലത്തെ ഫുട്ബോൾ റിലേറ്റഡ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, ബൈ.